നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും കാരണം വാഗ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടിയത് മൂലം ഇന്ത്യയിലെത്താൻ വൈകിയ 150-ലധികം പാകിസ്ഥാനിലെ സിന്ധി സ്വദേശികളായ വധുക്കൾ വിവാഹത്തിനായി ഇന്ത്യയിലെത്തി. ഇന്ത്യൻ യുവാക്കളുമായി നിശ്ചയം കഴിഞ്ഞിരുന്ന ഇവർക്ക് യാത്രാ തടസ്സങ്ങൾ നീങ്ങിയതോടെയാണ് ഒടുവിൽ രാജ്യത്തേക്ക് എത്താൻ കഴിഞ്ഞത്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങൾക്ക് സാധാരണയായി വാഗ അട്ടാരി അതിർത്തിയിലൂടെയാണ്. തടസ്സമില്ലാത്ത വിസയും യാത്രയുമാണ് സഹായകരമായിരുന്നത്. എന്നാൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുകയും വാഗ അട്ടാരി അതിർത്തി അടയ്ക്കുകയും കരമാർഗമുള്ള യാത്രകൾ റദ്ദാക്കുകയും ചെയ്തു. ഇതോടെ നാഗ്പൂർ, റായ്പൂർ, ജോധ്പൂർ, പുനെ തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിൽ വിവാഹം നടക്കേണ്ടിയിരുന്ന 150ഓളം വധുക്കളുടെ യാത്ര പ്രതിസന്ധിയിലായി. യാത്ര പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ഗോദ്കിയിലുള്ള ഷാദനി ദർബാർ എന്ന ഹൈന്ദവ ആരാധനാലയത്തിന്റെ ആത്മീയ തലവനായ റായ്പൂർ ആസ്ഥാനമായുള്ള സന്തോഷ് യുധിഷ്ഠിർലാൽ ഷാദനിയെ ഈ കുടുംബങ്ങൾ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ക്ഷേത്ര മാനേജ്മെന്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുകയും ഇവർക്ക് ഇന്ത്യയിലെത്താൻ പ്രത്യേക വിസ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക വിമാന യാത്രാ നിബന്ധനകളോടെയുള്ള വിസകൾ അനുവദിക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള വധുക്കളും ബന്ധുക്കളും കർശനമായി വിമാനമാർഗം മാത്രം സഞ്ചരിക്കണമെന്നും കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നുവെന്നും പാകിസ്ഥാനി സിന്ധി കുടിയേറ്റക്കാർക്കായി പ്രവർത്തിക്കുന്ന സമുദായ നേതാവ് രാജേഷ് സാംബിയ പറഞ്ഞു. വധുക്കളും അവരോടൊപ്പമുള്ള ഏകദേശം 450 ബന്ധുക്കളും മസ്കറ്റ്, ദുബായ്, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ട്രാൻസിറ്റ് വഴിയാണ് ഇന്ത്യയിലെത്തിയത്. ഈ വർഷം ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള 300ഓളം സ്ത്രീകൾ കൂടി ഇനിയും വിവാഹത്തിനായി കാത്തിരിക്കുന്നുണ്ടെന്നും അവർക്ക് വിസ നൽകണമെന്നും ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇത്രയും കടുത്ത നിലപാട് എടുത്തിരിക്കുന്നത്. സിന്ധു നദീജല കരാർ അടക്കം ഇന്ത്യ മരവിപ്പിച്ചതിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് വന്നിട്ടില്ല. കാരണം വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകേണ്ട എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ്. ഇനി ഒരു തരത്തിലും ആ അതിർത്തി അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര ബന്ധമോ ഒന്നും തന്നെ ഇന്ത്യ നടത്തുമെന്നും തോന്നുന്നില്ല. അതേസമയം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം പുനർനിർമ്മിച്ചു. പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള മക്സ സുബാനല്ല എന്ന കെട്ടിട സമുച്ചയമാണ് പാക് സർക്കാരിന്റെ സഹായത്തോടെ പുനർനിർമ്മിച്ചത്. കെട്ടിടം പുനർനിർമ്മിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 15 മാസങ്ങൾക്ക് ശേഷമാണ് കെട്ടിടം പുനർനിർമ്മിച്ചത്. 2025 മെയ് 7-നായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. ഇന്ത്യ ടുഡേ ആണ് ആസ്ഥാനം പുനർനിർമ്മിച്ചതിന്റെ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. തകർന്ന കെട്ടിടങ്ങളിൽ പുതിയ പെയിന്റുകൾ അടിക്കുകയും മാർബിളുകൾ പാകുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന താഴിക കുടകൾ പുതുക്കി പണിതിട്ടുണ്ട്. കെട്ടിടത്തിലുണ്ടായ ഗർത്തങ്ങളൊക്കെ നികത്തിയ നിലയിലാണ്. ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച പ്രധാന ഹാളും പൂർണ്ണമായും നവീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തോടെയാണ് പുനർനിർമ്മാണം നടന്നതെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഗഡുക്കളായ ഏകദേശം 25 കോടി പാകിസ്ഥാനി രൂപ ഇതിനായി ജെയ്ഷെ മുഹമ്മദിനെ കൈമാറിയെന്നാണ് വിവരം. ഇതിൽ 11 കോടിയോളം രൂപ പ്രധാന ഹാളിന്റെ നിർമ്മാണത്തിന് മാത്രമായി ചിലവഴിച്ചു. പ്രധാന സമുച്ചയത്തോട് ചേർന്നുള്ള മദ്രസ, അൽ ജാബിർ, ഭീകരവാദ കമാൻഡർമാരുടെ വസതികൾ എന്നിവയും പുതുക്കി പണിതിട്ടുണ്ട്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ സൈന്യം പാക് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഇതിൽ നിരവധി ഭീകരർ കൊല്ലപ്പെടുകയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഈ വർഷ ആദ്യത്തിൽ പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തികളെക്കുറിച്ചും വിവരങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മാണ പ്രവർത്തികൾ തകൃതിയായി നടക്കുന്നതായും ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കാണിച്ചതിനേക്കാൾ ഏറെ നിലവിൽ പുനർനിർമ്മാണം നടന്നു കഴിഞ്ഞുവെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന 18 ഏക്കർ വിസ്തൃതിയുള്ള ഈ കേന്ദ്രമാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലനം നൽകാനും പ്രധാനമായി ഉപയോഗിച്ചിരുന്നതെന്നാണ് വിവരം.
2001 പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവയുടെ ആസൂത്രണവും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടിരുന്നു. N5 ഹൈവേക്ക് തൊട്ട് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ബഹാവൽപൂർ കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിനായി മദ്രസ, റിക്രൂട്ട്മെന്റ് സെന്റർ, ആസൂത്രണ കേന്ദ്രം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. പാകിസ്ഥാന്റെ 31 കോപ്സ് മിലിറ്ററി കന്റോൺമെന്റിനടുത്താണ് ഈ സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ജെയ്ഷെ സംഘടനയ്ക്ക് പാകിസ്ഥാന്റെ സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണത്തിന്റെയും പിന്തുണയുടെയും സൂചകമായാണ് ഈ സ്ഥാനം രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് മെയ് 2025 7 പുലർച്ചെ ആരംഭിച്ച ഇന്ത്യൻ സൈനിക നടപടിയുടെ ഭാഗമായിരുന്നു ബഹാവൽപൂർ ആക്രമണമെന്നും ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സേന ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേൽ 9 കൃത്യമായ ആക്രമണങ്ങൾ നടത്തി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 12:37 1 ഇടയിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. മൊത്തത്തിലുള്ള ഓപ്പറേഷൻ ഏകദേശം 25 മിനിറ്റ് നീണ്ടുനിന്നു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-ത്വയ്ബ എന്നിവയുടെ നേതൃത്വത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹാവൽപൂർ ആക്രമണത്തിൽ തന്റെ കുടുംബത്തിലെ 10 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായും ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹർ അവകാശപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജെയ്ഷെയുടെ ബഹാവൽപൂർ കേന്ദ്രം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 25 കോടി രൂപയുടെ പുനർനിർമ്മാണ പാക്കേജ് അനുവദിച്ചതെന്നാണ് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ വേഗത്തിലുള്ള പുനർനിർമ്മാണം ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ശാശ്വതമായി തകർക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവായിട്ടാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നത്. ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്ന സ്ഥലങ്ങളിൽ റിക്രൂട്ട്മെന്റും പരിശീലന പ്രവർത്തനങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുന്നതോടൊപ്പം ജെയ്ഷെയുടെ പുതിയ തലമുറ കമാൻഡർമാരുടെ ഉദയത്തെ ISIയും പാകിസ്ഥാൻ സൈന്യവും പിന്തുണയ്ക്കുന്നുണ്ടെന്നും വൃത്തങ്ങൾ ആരോപിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് മുതൽ ഘടനകളും ഹാളുകളും താഴികക്കുടങ്ങളും പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള ഈ വേഗതയേറിയ പുനർനിർമ്മാണം സംഘടനയ്ക്ക് തുടർച്ചയായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ തകർത്ത അതേ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിന് ലഭിക്കുന്ന ഭരണകൂട പിന്തുണയുടെ വ്യാപ്തിയെക്കുറിച്ചും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്.